guys, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗെറ്റ് അൺറെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല മേക്കപ്പ് ഒക്കെ ഉണ്ട് ഫേസിൽ. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മേക്കപ്പ് എങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തലയൊക്കെ ഒന്ന് കെട്ടി വെച്ച ശേഷം ഇത് കുറച്ച് അധികം ഹെവി മേക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഗെറ്റ് അൺറെഡി വിത്ത് മീ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓയിൽ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ക്യാരറ്റ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഹോം മെയ്ഡ് ക്യാരറ്റ് ഓയിലാണ്. ഇതിനൊരു സ്ലൈറ്റ് ആയിട്ടൊരു ഓറഞ്ച് കളറുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, ആൽമണ്ട് ഓയിൽ എടുക്കാം, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഫേസ് ഒന്ന് മസാജ് ചെയ്യുക ആദ്യം. ഫേസ് മസാജ് ചെയ്തിട്ട് നമ്മുടെ ഐസിലാണെങ്കിലും ഐ മേക്കപ്പ് റിമൂവ് ആയി, പക്ഷെ വാട്ടർ ലൈനിൽ പോയിട്ടില്ല. ലിപ്സും എല്ലാം തന്നെ ക്ലിയർ ആയി. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഓയിൽ നമുക്ക് ബ്രൈറ്റനിങ് എഫക്റ്റ് തരാൻ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഈ ഒരു ഓയിൽ മസാജ് സഹായിക്കും. പക്ഷെ ഒരുപാട് നേരം നിങ്ങൾ ഓയിൽ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. എസ്പെഷ്യലി നമുക്ക് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർ ഓയിൽ മസാജ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഒരുപാട് നേരം 2 to 3 minutes മസാജ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കോട്ടൺ പാഡ്സോ എടുത്തിട്ട് നല്ലപോലെ ഓയിൽ റിമൂവ് ചെയ്തെടുക്കുക. തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തു. ഇപ്പോൾ നമുക്ക് ഫേസ് ഇപ്പോൾ ക്ലീൻ ആയി നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എൻ്റെ ഏകദേശം ഐ മേക്കപ്പ് ഫുള്ളും പോയിട്ടുണ്ട്. ഏകദേശം ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോസിനകത്ത് ഈ മേക്കപ്പ്സ് ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് വെച്ച് എന്തായാലും ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഐസിലുണ്ടാകുന്ന മേക്കപ്പ് വാട്ടർ ലൈനിൽ കണ്ടില്ലേ കുറച്ചൊന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ മേക്കപ്പ് റിമൂവറാണ്. ഇത് ഓൾ ക്ലിയർ മേക്കപ്പ് റിമൂവറാണ്. അതുപോലെ തന്നെ നറിഷിങ് ചെയ്യും, സൂത്തിങ് ചെയ്യും, ഓയിൽസും എക്സ്ട്രാക്റ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ശരിയാണ്, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവത്തൊന്നുമില്ല. നമുക്ക് മിസലാർ വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ക്രീമി ടെക്സ്ചറാണ്. മിസലാർ വാട്ടർ എന്നൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് കുറച്ചെടുത്ത് ഞാൻ ഐസിൽ മാത്രമേ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഐ മേക്കപ്പ് മാത്രമാണ് എനിക്ക് കുറച്ച് ഹാർഡായിട്ട് നിൽക്കുക, പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുക. കൂടുതലും ഞാനിങ്ങനെ റിമൂവേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഓയിൽസ് മാത്രമേ യൂസ് ചെയ്യുന്നത്. എൻ്റെ നോർമൽ സ്കിന്നാണ്. അപ്പോൾ നേരത്തെ എനിക്ക് കോമ്പിനേഷൻ സ്കിന്നായിരുന്നു. ഇപ്പം അത് നോർമൽ സ്കിന്നായിട്ട് ഒരു 2 വർഷമായി നോർമൽ സ്കിന്ന് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്നും എടുത്തതിന് ശേഷം ഐസിൽ മാത്രം ഞാൻ ഫിംഗേഴ്സ് കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളി എൻ്റെ കണ്ണിലെ ഫുൾ മേക്കപ്പും പോയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ കയ്യിലിപ്പോൾ ലൈനേഴ്സോ ഒന്നും തന്നെ ഐ മേക്കപ്പോ ലിപ്സ്റ്റിക്കോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത്. ഒരു ഫേസ് മൈൽഡായിട്ടുള്ളതോ അല്ലെങ്കിൽ ഡീപ്പ് ക്ലെൻസിങ് ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും എടുത്ത് നല്ലപോലെ മസാജ് ചെയ്യണം. കാരണം നമ്മുടെ പോസിനകത്ത് ഈ മേക്കപ്പ് അടിഞ്ഞുകൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്തിട്ട് തന്നെ ഫേസ് വാഷ്, ഇല്ലെങ്കിൽ നിങ്ങൾ സോപ്പാണ് യൂസ് ചെയ്യുമെങ്കിൽ മൈൽഡായിട്ടുള്ള സോപ്പ് മാത്രമേ യൂസ് ചെയ്യുക. എന്നിട്ട് മേക്കപ്പ് നല്ലപോലെ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കുക, ഫേസ് നിൽക്കും. ഓക്കെ, അപ്പം ഞാൻ വെറുതെ ഒന്ന് മുഖം നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് ഫേസ് വെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊരു മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ധാത്രിയുടെ പിമ്പിൾ ക്ലിയർ നീം ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ്, മൈൽഡ് ഫേസ് വാഷാണ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്.
കുറച്ച് നമ്മുടെ സ്കിന്നിൽ ഓയിൽ കണ്ടന്റ്, നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നതുകൊണ്ട് ഓയിൽ കണ്ടന്റ് ഉണ്ടാവും നമ്മുടെ പോസിലൊക്കെ. അതുകൊണ്ട് അധികം ഇത് പതയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒരു 3 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് ഫേസ് നോർമൽ വാട്ടറിൽ കഴുകുക. അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ഫേസ് വാഷ് എടുത്തിട്ട് ഇതേപോലെ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും കഴുകുക. നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓയിൽസ് കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടായിട്ട് കഴുകുന്നത്. ഓക്കെ, അപ്പം നല്ലപോലെ 3 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ ഫേസ് വാഷ് ഫുള്ള് നമ്മുടെ സ്കിന്നിൽ അബ്സോർബായി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പതയ്ക്കുന്നില്ല. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ പോസിൽ ഓയിൽസ് ഉള്ളത് കൊണ്ടാണ് ഈ പതയ്ക്കാത്തത്. അപ്പോൾ ഇനി ഈ ഒരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നല്ലപോലെ പതയ്ക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് വാഷ് ചെയ്യും. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഫേസ്. ഇനി ഒരിക്കൽ കൂടെ ഞാൻ ഇതേ പ്രൊസീജിയർ ചെയ്യാണ്. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലപോലെ സമയമെടുത്ത് വാഷ് ചെയ്യണം. കാരണം പോസിനകത്ത് ഇരിക്കുന്ന ഈ ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്തില്ല, അത് പോസിനകത്ത് ഇറങ്ങും. അപ്പോൾ അത് പോകാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നല്ലപോലെ സമയമെടുത്ത് ഫേസ് വാഷ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ഇതാണില്ലേ പതയ്ക്കുന്നുണ്ട്. ഇതിനർത്ഥം നമ്മുടെ പോസിലൊന്നും ഓയിൽസ് ഒന്നും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 2 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഫേസ് നോർമൽ വാട്ടറിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പം മുഖം നല്ലപോലെ ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയും എൻ്റെ സ്കിന്ന് ഡ്രൈ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്തിരിക്കണം. അതിനായിട്ട് ഞാൻ ഡോക്ടർ മോഫിൻ്റെ നറിഷ് ക്രീമാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു നറിഷ് ക്രീമാണ്. അപ്പം ഞാൻ ഇതാണ് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഒരു ലിപ് ബാം കൂടെ ഇടുക. ഞാൻ ആയൂറിൻ്റെ ലിപ് ബാം ഇടുന്നത്. ആയൂറിൻ്റെ എല്ലാ പ്രോഡക്ട്സും നല്ല അഫോർഡബിളാണ്. ഞാൻ ആയൂറിൻ്റെ ലിപ് ബാമാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ unready with me. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ